മാനുഷിക നിയമപ്രകാരം someone we hate is our enemy. നാം വെറുക്കുന്ന ഒരാൾ നമ്മുടെ ശത്രുവാണ്. അങ്ങനെ വരുമ്പോൾ നാം വെറുക്കുന്നവരുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ശത്രുക്കളുടെ എണ്ണവും കൂടുന്നു. ജീവിതത്തിലുടനീളം പലരെയും വെറുക്കുന്ന ഒരു സ്വഭാവ രീതി നാം വെച്ച് പുലർത്തുമ്പോൾ ഒരുപക്ഷെ നമുക്കുള്ള ശത്രുക്കളുടെ കണക്ക് എണ്ണി തിട്ടപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ നാം ശത്രുവായി ഗണിച്ചിരിക്കുന്നവരോട് എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടിയതെന്ന് യേശു കർത്താവ് നമ്മോട് പറയുന്നത് ശ്രദ്ധിക്കുക. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 44-ാമത്തെ വാക്യം. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. സ്നേഹമില്ലായ്മയുടെ കുറവാണ് ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുവാൻ കാരണം. സ്നേഹമില്ലാത്ത ഒരു കണ്ണുകൊണ്ടാണ് നാം മറ്റുള്ളവരെ കാണുന്നതെങ്കിൽ, സ്നേഹമില്ലാത്ത ഒരു ഹൃദയം കൊണ്ടാണ് നാം മറ്റുള്ളവരെ വിധിക്കുന്നതെങ്കിൽ, അവിടെ ശത്രുക്കളുടെ ഒരു കൂമ്പാരം തന്നെയാണ് ഉണ്ടാവുക. എന്നാൽ നാം വെറുക്കുന്നവരെ സ്നേഹിക്കുവാൻ ആരംഭിച്ചാൽ ശത്രുക്കളല്ല, പകരം മിത്രങ്ങളാണ് ഉണ്ടാവുക. യേശു കർത്താവ് ഇവിടെ പറയുന്നത്, നിങ്ങളുടെ സ്വാഭാവിക വിദ്വേഷത്തെ നിങ്ങളുടെ അമാനുഷിക സ്നേഹത്താൽ മാറ്റി സ്ഥാപിക്കുക. നാം വെറുക്കുന്നവരെ സ്നേഹിക്കുക മാനുഷിക നിലയിൽ അസാധ്യമായിരിക്കാം. എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം അധിവസിക്കുന്ന നമ്മിൽ ഒരു അമാനുഷിക സ്നേഹം ദൈവം തന്നിട്ടുണ്ട്. ക്രിസ്തുവില്ലാതെ നമുക്ക് അത്തരം സ്നേഹം സ്വന്തമാക്കുവാൻ കഴിയുകയില്ല. ഒരിക്കൽ നമുക്ക് ദൈവത്തോട് ശത്രുതയായിരുന്നു. എന്നാൽ ക്രിസ്തു നമ്മെ ദൈവവുമായി അനുരഞ്ജനം ചെയ്തു. അങ്ങനെ നാമും ദൈവവും മിത്രങ്ങളായി. ശത്രുക്കൾ നിറഞ്ഞ ഒരു ലോകത്തെ മുഴുവൻ ക്രിസ്തു ദൈവവുമായി അനുരഞ്ജനം ചെയ്തതുകൊണ്ട് ഈ ഒരു കാര്യത്തിലെ വിദഗ്ധൻ യേശു കർത്താവ് തന്നെയാണ്. നമുക്കും നമ്മുടെ ശത്രുക്കൾക്കും ഇടയിൽ ആവശ്യമായ അനുരഞ്ജനത്തിന് യേശു കർത്താവിൻ്റെ സഹായം നമുക്ക് ലഭ്യമായിരിക്കും. നാം ശത്രുക്കളെ സ്നേഹിക്കുവാൻ തയ്യാറെങ്കിൽ അനുരഞ്ജനം എളുപ്പമായിരിക്കും. യേശു കർത്താവ് പറയുന്നത്, ശത്രുക്കളെ സ്നേഹിക്കുക മാത്രമല്ല, അവരുടെ നന്മയ്ക്കും ഗുണത്തിനുമായി നാം പ്രാർത്ഥിക്കുന്നവരുമായിരിക്കണം. നമുക്ക് നേരെ ദോഷം വിചാരിച്ചവരുടെ നന്മയ്ക്കായി പ്രാർത്ഥിക്കുക യേശു കാണിച്ച ഒരു മാതൃകയത്രേ. നമുക്കിന്നിങ്ങനെ പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, എൻ്റെ സ്വന്തം ശക്തിയിൽ എനിക്കെൻ്റെ ശത്രുക്കളോട് ക്ഷമിക്കുവാനോ അവരെ സ്നേഹിക്കുവാനോ കഴിയില്ല. യേശു കർത്താവ് എന്നോട് കാണിച്ച സ്നേഹം എനിക്ക് തരിക. അനുരഞ്ജനത്തിന് എന്നെ സഹായിക്കുക. ആമേൻ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.